വയറിൻ്റെ അസുഖങ്ങളോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പുളിച്ചിതകെട്ടലൊക്കെ ഉള്ള ആളുകളോട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് കറക്റ്റ് ചെയ്യാറില്ല. അങ്ങനെ വീണ്ടും ഈ ഒരു അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലോ പുളിച്ചിതകെട്ടലോ ഒക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നതാണ് ആളുകളിൽ. സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് അവർ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയം പല ദിവസവും പല സമയത്തായിരിക്കും. ഇങ്ങനെ പല സമയത്താവുന്നത് കൊണ്ട് അവരുടെ വയറിൽ നമ്മുടെ ഒരു കണ്ടീഷൻ റിഫ്ലക്സ് പോലെ അവരുടെ തലേ ദിവസം ഏത് സമയത്താണോ ഭക്ഷണം കഴിക്കുന്നത് അതേ സമയത്ത് പിറ്റേ ദിവസവും ദഹനരസങ്ങളോ ഹൈഡ്രോക്ലോറിക് ആസിഡോ ഒക്കെ വയറിൽ ഉണ്ടാവുകയും ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദഹനരസങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് അവർ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കും. അങ്ങനെ കഴിക്കാതിരിക്കുന്ന സമയത്ത് വയറിൽ പുണ്ണും അതുപോലെ നെഞ്ചരിച്ചിലും പുളിച്ചതകെട്ടലൊക്കെ ഉണ്ടാക്കാൻ ഒരു കാരണമാവുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ ഏത് സമയത്താണോ തലേ ദിവസം ഭക്ഷണം കഴിക്കുന്നത് അത് ഒരു ഓർഡറിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു മാക്സിമം അവരുടെ അസുഖങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് ഈ ഭക്ഷണ നിയന്ത്രണം കറക്റ്റ് സമയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്.